ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മേയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പുതുവത്സര ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ ഈ പുതുവത്സരത്തിലെ ഒരു സന്ദേശവും നിങ്ങളോടൊപ്പമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായിട്ട് എടുത്തിരിക്കുന്നത് 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത്, പരിശ്രമിച്ചാൽ ഒരു തിരിച്ചുവരവ് സാധ്യമല്ലാത്ത ഒരു പരാജയവും ജീവിതത്തിലില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ 2024 വളരെ വേഗത്തിൽ നമ്മിൽ നിന്ന് കടന്നു പോവുകയും അതോടൊപ്പം തന്നെ ലോകത്തിൽ ഭീതിയുടെ കരുനിഴലിൽ പരുത്തിയാണ് വേഗത്തിൽ അത് പോയത്. അത് വേഗം അവസാനിക്കുകയും ഒരു പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്യുകയാണ്. അനേക പാളിച്ചകളും താളപ്പിശകുകളും പരാജയവും മൂലം പതറിപ്പോയ ഒരു വർഷം അവസാനിക്കുമ്പോൾ ജീവിതത്തിൽ പലതും വാരി കൂട്ടാൻ ശ്രമിച്ചപ്പോൾ എവിടെയോ ചോർന്നു പോയത് മനസ്സിലാക്കാൻ കഴിയാഞ്ഞത് ശിഷ്യന്മാർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർക്ക് മാത്രമല്ല, വിശ്വാസികൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സംഭവബഹുലമായ ഒരു വർഷം എത്ര വേഗത്തിൽ ചരിത്രമായി കഴിഞ്ഞു എന്നുള്ളത് നാം ഓർക്കാൻ പോവുകയാണ്. കൊച്ചു കേരളത്തെ സംബന്ധിച്ചും എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ നാളുകളായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത്. മനുഷ്യ മനസ്സുകളെ കരളലിയിപ്പിക്കുന്ന ധാരാളം സംഭവങ്ങൾ, ഉരുൾപൊട്ടലെന്നും മറ്റുള്ളതായ കൊലപാതകങ്ങളിൽ നിന്നും മറ്റുള്ള നല്ല നല്ല ഓഫീസേഴ്സന്മാരെ കൊലപ്പെടുത്തിയതും കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നു എന്ന് വേണ്ട മനുഷ്യൻ്റെ ജീവിതത്തിന് വളരെ താങ്ങാൻ പറ്റാത്ത സംഭവ ബഹുലമായ ചില അനുഭവങ്ങളിലൂടെ നാം കടന്നു പോവുകയായിരുന്നു. മാത്രമല്ല, കുടുംബകലഹങ്ങൾ ധാരാളം ഉണ്ടായതിനെക്കുറിച്ച് നാം TV-യിലൂടെയും മറ്റിതര മാധ്യമങ്ങളിലൂടെ വായിക്കുവാനിടയായി. വിവാഹമോചനം എന്ന് വേണ്ട അത് അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും ഒരു വർഷം ആ കാലയവനിക്ക് ഉള്ളിൽ മറയുകയാണ്. പുറം ലോകങ്ങളിൽ യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ആൾ നാശനഷ്ടങ്ങൾ എന്ന് വേണ്ട തീരാ നഷ്ടത്തിൻ്റെയും അനിശ്ചിതത്വം നിറഞ്ഞ ഒരു വർഷം അവസാനിക്കുകയും ലോക സംഭവങ്ങൾ അനുസ്യൂതം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മനുഷ്യർ ഭയത്തോടും വിറയലോടും കൂടെ ഓരോ ദിനരാത്രങ്ങൾ തള്ളി നീക്കുകയാണ്. ആഗോള വ്യാപകമായി രൂക്ഷസ്ഥിതിയിൽ വിശേഷത്തിൽ കൂടി കടന്നു പോകുന്നതായ ഞാനും നിങ്ങളും തിരുവിടത്തിലേക്ക് തിരിയുമ്പോൾ മാത്രമേ ആശ്വാസവും സമാധാനവും ലഭിക്കുകയുള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രിയരെ, ലോകത്തിന് സമാധാനം തരാൻ കഴിയില്ല. ഈ തരുണത്തിൽ നാം ഓർക്കേണ്ട ഒരു കാര്യം, ആർക്ക് സമാധാനം തരാൻ കഴിയും? ഒറ്റയൊരു ഉത്തരമേ ഉള്ളൂ, അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം കൊണ്ടാടിയ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ യെശയ്യാവ് പറഞ്ഞത്, അവൻ സമാധാനത്തിൻ്റെ പ്രഭു എന്നാണ്. അവൻ സമാധാനത്തിൻ്റെ പ്രഭു. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണ്, അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്, അവൻ സമാധാനത്തിൻ്റെ മന്ത്രിയാണ് എന്ന് പറയുകയാണ്. അപ്പോസ്തലനായ പൗലോസും പറയുന്നുണ്ട്, അവൻ സമാധാനത്തിൻ്റെ ദൈവമാണ്, സമാധാനത്തിൻ്റെ യേശുക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, ആ സമാധാനത്തിൻ്റെ ദൈവമാണ് ബേത്ലഹേമിൽ നമുക്ക് വേണ്ടി ജനിച്ച് കാൽവറിയിലെ ക്രൂശിലേക്ക് കടന്നുപോയി നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ മാനവരക്ഷയ്ക്ക് വേണ്ടിയുള്ളതായ എല്ലാ രക്ഷണ്യ പ്രവർത്തികളും തയ്യാറാക്കി
അല്ലെങ്കിൽ അത് രക്ഷണ്യ പ്രവൃത്തികൾ തികച്ച് ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് മധ്യസ്ഥതയിൽ ആയിരിക്കുന്നത്. ഒരു നാൾ തൻ്റെ ജനത്തെ ചേർക്കുന്നതിന് വേണ്ടി വേഗം വരും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടിയാണ് നാം ഈ ഭൂമിയിൽ കഴിഞ്ഞുകൂടുന്നത്. അങ്ങനെയുള്ളതായ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെയും ശുശ്രൂഷയുടെയും വിവിധ മേഖലകളെ സ്പർശിക്കുന്ന 4 ചിന്തകളാണ് ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ 2024 ചെയ്തു തീർക്കാൻ കഴിയാഞ്ഞ കാര്യങ്ങൾ, അത് നമുക്ക് 2025 ഒരു പുതിയ പ്രതിഷ്ഠയോടെ തീരുമാനത്തോടെ അത് ചെയ്യുവാൻ ഇടയായി തീരണം എന്നുള്ളതാണ് ഈ ധ്യാന ചിന്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതായ കാര്യം ആണ് നിങ്ങളോട് ചേർന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവ് ഏൽപ്പിച്ച നമ്മുടെ ഈ ദൗത്യം അല്ലെങ്കിൽ ഈ ഉദ്യമം അതെന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ എഫോർട്ട്, ഈ ഉപനിധി നാം എങ്ങനെ വിനിയോഗിച്ചു എന്ന് ഒരു സ്വയശോധനയോടുകൂടി ഈ വർഷം അവസാനിക്കുന്നതിന് ഏതാണ്ട് ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, നാം പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം കൃതാർത്ഥരായി തീരുമോ അതോ കൃത്യവിഘ്നം നടത്തിയ ലജ്ജിതരോ? അതും കൂടെ നാം ഇതിനോട് ചേർന്നൊന്ന് ചിന്തിക്കണം. കർത്താവ് എന്നെ ഏൽപ്പിച്ചതായ ഈ ഉദ്യമം, കർത്താവ് എന്നെ ഏൽപ്പിച്ച ഈ എഫോർട്ട്, ഈ ഉപനിധി, കർത്താവ് എന്നെ ഏൽപ്പിച്ചതായ ദൗത്യം ഞാൻ കർത്താവെ ചെയ്തു തീർത്തോ? ഇല്ലെങ്കിൽ നാം അവൻ്റെ മുൻപാകെ കുറ്റക്കാരാണ്. അതുകൊണ്ട് അങ്ങനെയാകുകയാണെങ്കിൽ നാം കൃതാർത്ഥരാകുകയില്ല, പ്രത്യുത നാം കൃത്യവിഘ്നം നടത്തിയ ലജ്ജിതരായി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശ്വാസികളുടെയും കർത്തൃശുശ്രൂഷ ചെയ്യുന്നതായ ദൈവദാസന്മാരുടെയും ജീവിതത്തെ സ്പർശിക്കുന്ന 4 വേദഭാഗങ്ങളാണ് നാം ഒന്നിച്ച് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. ഈ 4 മേഖലകളിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അത് നാം കൃത്യതയോടെ ചെയ്യേണ്ടതായിരുന്നു. ഇനി ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ പുതുവർഷത്തിൽ ചെയ്യുവാനായിട്ട് കർത്താവ് നമ്മെ ഇടയാകട്ടെ. ഒന്നാമതായിട്ട് നാം വായിച്ചു കേട്ടതായ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളാണ് നാം ഒന്നാമത് വായിച്ചു കേട്ടത്. രണ്ടാമത്തെ റെഫറൻസ് എന്ന് പറയുന്നത് എഫേസ്യ ലേഖനം 4-ന്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗമാണ്. മൂന്നാമത്തെ റെഫറൻസ് 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 18 വരെയുള്ളതായ വേദഭാഗമാണ്. 4-ാമത്തെ റെഫറൻസ് അപ്പോസ്തലപ്രവൃത്തി 16-ന്റെ 9 മുതൽ 9-ഉം 10-ഉം വാക്യങ്ങളാണ്. ഈ 4 വാക്യങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത് നാം കർത്താവിനോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കണം. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എൻഡവർ ടുവേഴ്സ് ഗോഡ്, ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചുന്ന ദൗത്യം നാം ചെയ്തോ അതോ ഇല്ലയോ. അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈസ് ടു ബി വെൽ പ്ലീസിങ്. നാം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പ്രസാദിപ്പിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നാം ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ടില്ലെങ്കിൽ പ്രസാദിപ്പിക്കുവാനായിട്ട് ഇടയായി തീരണം. അതിന് ചില ഉദാഹരണങ്ങൾ നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. അത് നിങ്ങളെ ഓർപ്പിക്കാം. രണ്ടാമതായിട്ടുള്ള വേദഭാഗം എഫേസ്യ ലേഖനത്തിലാണ്. അത് എൻഡവർ ടുവേഴ്സ് ദ അസംബ്ലി, സഭയോടുള്ള ബന്ധപ്പെടുത്തി നമ്മുടെ ദൗത്യം നാം ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു നാം മനസ്സിലാക്കേണ്ടത്. അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റി അല്ലെങ്കിൽ ഐക്യത കാത്തു സൂക്ഷിക്കുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ റെഫറൻസ് എന്ന് പറഞ്ഞത് 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങളാണ്. അത് എൻഡവർ ടുവേഴ്സ് ദ സെയിൻസ്, വിശ്വാസികളോടുള്ള ബന്ധത്തിൽ, വിശുദ്ധന്മാരുള്ള ബന്ധത്തിൽ നമ്മുടെ ദൗത്യം, നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ ഉദ്യമം നാം ചെയ്തു തീർത്തോ? അത് വിശ്വാസികളുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഒരു ശോധന ചെയ്യുവാനായിട്ട് ഇടയായിത്തീരണം. മറ്റൊന്ന് 4-ാമത്തെ എന്ന് പറയുന്നത് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി വായിച്ചല്ലോ. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളാണ്. അത് എൻഡവേഴ്സ് ടു ലോസ്റ്റ്, അതായത് നശിച്ചു പോകുന്ന ആളുകളോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്, നമ്മുടെ ദൗത്യം എന്താണ്. അവിടുത്തെ സബ്ജക്റ്റ് അല്ലെങ്കിൽ അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് പ്രീച്ച് ദ ഗോസ്പൽ, സുവിശേഷം പ്രസംഗിക്കുക.
ആ വലിയ നിയോഗം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നാം അത് ചെയ്തോ എന്ന് ഒന്ന് പുനഃപരിശോധന ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ടുവേഴ്സ് ഗോഡ്. 2, അസംബ്ലിയോടുള്ള ബന്ധത്തിൽ ടുവേഴ്സ് അസംബ്ലി. 3, ടുവേഴ്സ് സെയിൻസ്, വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ. 4, ടുവേഴ്സ് ലോസ്റ്റ് സോൾസ്, നശിച്ചു പോകുന്ന ആത്മാക്കളോടുള്ള ബന്ധത്തിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം സുവിശേഷം പ്രസംഗിക്കുക, അത് പ്രസംഗിച്ചോ എന്നുള്ളതാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഓരോന്നും നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നാം അപ്പോസ്തലപ്രവൃത്തി ഈ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്: അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പൗലോസ് ഈ കൊരിന്ത്യരോട് പറഞ്ഞ് അവരെ ഓർപ്പിക്കുന്ന കാര്യവും കൊരിന്ത്യരിൽ കണ്ടതായ കാര്യവുമാണ് പൗലോസ് പൊതുവിലുള്ളതായ വിശ്വാസികളായിരിക്കും നമ്മൾ അനുകരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി എഴുതി തന്ന ചില ആത്മീയ പഠനങ്ങൾ, ആത്മീയ സത്യങ്ങൾ. അവരെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ, കൊരിന്ത്യരെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങളുണ്ടായിരുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെന്നാണ് പറയുന്നത്. സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ, എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. അവർ ബുദ്ധിമുട്ടുന്നവരാണ്, എങ്കിലും നിരാശപ്പെടുന്നില്ല. ഉപദ്രവം അനുഭവിക്കുന്നവർ, എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നവർ, എങ്കിലും നശിച്ചു പോകുന്നില്ല. നോക്കുക, ഈ 8-9 വാക്യങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ചില ദുഃഖപൂർണമായ അനുഭവങ്ങളിലൂടെ എന്ത് ചെയ്യാണ് അവർ കടന്നു പോകുമ്പോഴും അവരുടെ ഉദ്യമം, അവരുടെ എഫേർട്ട്, അവരെ ഏൽപ്പിച്ചിരിക്കുന്നതായ ആ വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കർത്താവിനെ പ്രസാദിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, കഷ്ടതയുണ്ട്, അതുപോലെ തന്നെ അനേകവിധമായിട്ടുള്ളതായ ഇടുങ്ങിയ സ്ഥിതിയിലൂടെ അവർ പോകുന്നുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയുള്ളതായ ഉപദ്രവങ്ങളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും അവരെന്ത് ചെയ്യുന്നില്ല, അവർ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങളിൽ അവർ മടുത്തു പോകുന്നില്ല. അവർ മടുത്തു പോകാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു വായി. നോക്കുക, ഈ കഷ്ടതകൾ നേരത്തെ ഓർപ്പിച്ച 8-9 വാക്യങ്ങൾ ഓർപ്പിച്ച സകലവിധ കഷ്ടവും അതുപോലെ തന്നെ ബുദ്ധിമുട്ടും അവരുടെ ഇടയിലുണ്ടാകുന്ന ഉപദ്രവങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ പ്രയാസങ്ങൾ എത്ര നേരത്തേക്കുള്ളൂ? പൗലോസ് അവരോട് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുകയാണ്. അത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോടും അങ്ങനെയല്ലേ പറഞ്ഞത്, അല്ലേ? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധാരാളം കഷ്ടങ്ങളുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്തെ ജയിച്ച കഷ്ടാനുഭവങ്ങളിലൂടെ തികഞ്ഞ് കടന്നുപോയ ആ കർത്താവ് നമുക്കൊരു പ്രോമിസ് തരികയാണ്, നമുക്കൊരു വാഗ്ദത്തം തരികയാണ്. എന്താണ് അത്? നിങ്ങൾക്ക് ലോകത്തിൽ ധാരാളം കഷ്ടങ്ങളുണ്ട്, ഇല്ലെങ്കിൽ കഷ്ടങ്ങൾ ഉണ്ട്, പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുകയാണ്, കഷ്ടതകളെ ജയിച്ചവനാണ്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. നോക്കുക, കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടതായ ആ ശബ്ദം, ആ സ്റ്റേറ്റ്മെന്റ്, ആ പ്രസ്താവന നമുക്ക് എത്ര ധൈര്യം തരുന്നതാണ്. പുതിയ നിയമത്തിലെ മത്തായിയുടെ സുവിശേഷം പഠിക്കുമ്പോൾ ആ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്ന വാക്യം ഇതാണ്: എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. ഗോഡ് വിത്ത് അസ്. അവൻ നമ്മോട് കൂടെയുണ്ട്, ജീവിതത്തിൻ്റെ ആരംഭത്തിൽ നമ്മോട് കൂടെ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 20 വാക്യം വായിക്കുമ്പോൾ അവൻ എവിടെയാണ്? അവൻ വിശുദ്ധന്മാരുടെ നടുവിൽ, അവരുടെ നടുവിലുണ്ട്. 2-3 പേര് കർത്താവിൻ്റെ നാമത്തിൽ കൂടുന്നവരുടെ നടുവിൽ കർത്താവുണ്ട്. അപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കൂട്ടായ്മയുടെ നടുവിൽ കർത്താവുണ്ട്.
കർത്താവ് അവസാനം ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാനോ എല്ലാ നാളും, ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. അത് മത്തായി 28 18 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ്. നോക്കുക, ജീവിതത്തിൻ്റെ ആരംഭത്തിൽ, ജീവിതത്തിൻ്റെ മധ്യത്തിൽ, ജീവിതത്തിൻ്റെ അവസാനം വരെയും ആരുണ്ട്? കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ഈ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി ജയിച്ച കർത്താവായ യേശുക്രിസ്തു നമ്മോട് കൂടെ ഉണ്ട്. എത്ര ധൈര്യം തരുന്ന വാക്യമാണ് അല്ലേ? അതുകൊണ്ട് ഈ രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ആരും കരുതുന്നില്ല എന്ന് വന്നാൽ ചിന്തിച്ച്, എന്നെ ആരും നോക്കുന്നില്ല, എന്നെ കരുതുന്നില്ല, എന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാലും, നിങ്ങളെ കരുതുന്ന, നിങ്ങളോട് കൂടെ ഇരിക്കുന്ന അതൊരു കർത്താവ്, നിങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കർത്താവ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലായ്പ്പോഴും കൂടെ ഇരിക്കുന്ന കർത്താവ്, ആ കർത്താവാണ് നമ്മളെ രക്ഷിച്ചവനായ കർത്താവ്. ആ കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുകൂടെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് കർത്താവിൽ നമ്മൾ നന്മകൾ പ്രാപിക്കുമ്പോൾ, പ്രാപിച്ച നന്മകൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന് കർത്താവിന് നന്ദി പറയുവാനായിട്ട് ഇടയായി തീരണം. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യരെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് പറയാണ്, അവർ അനേക പ്രയാസങ്ങളുണ്ടെങ്കിലും കർത്താവിനെ മഹത്വപ്പെടുത്തിയവരാണ്. നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിച്ച ധാരാളം ആളുകളുടെ ഒരു ലിസ്റ്റ് ബൈബിളിലുണ്ട്. ഇതെല്ലാം മറ്റും നമുക്ക് ചുരുങ്ങിയ ഈ നിമിഷത്തിൽ അതൊന്നും ചിന്തിക്കാനായിട്ട് സാധിക്കില്ലെങ്കിലും നമ്മൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതായ ഒരു കഥാപാത്രമാണ് ഈനോക്ക് അല്ലേ? ഹനോക്കിനെ കുറിച്ച് വായിക്കുന്നത് ഈ ഉൽപ്പത്തി 5:22 വാക്യമാണ്. ഹനോക്ക് എന്ത് ചെയ്തു? ദൈവത്തോടുകൂടെ നടന്നു. ഇനോക്ക് വാക്ക്ഡ് വിത്ത് ഗോഡ് 300 years. അവൻ 300 വർഷം ദൈവത്തോടുകൂടെ നടന്നു എന്നാണ് വായിക്കുന്നത്. നോക്കുക, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ വചനത്തിൽ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഈനോക്ക് അല്ലെങ്കിൽ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു എന്നുള്ളതാണ്. 300 വർഷം നടന്നു എന്നുള്ളതാണ് നമുക്കറിയാം. അതുകൊണ്ടാണ് അവനെ ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി എന്ന് എബ്രായലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഹാനോക്ക് ദൈവത്തെക്കുറിച്ച് പ്രവചിച്ചു കൊണ്ടിരുന്നു എന്ന് ആ യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കി കഴിയുന്നത് ആദാം മുതൽ ഏഴാമനായ യൂദായെ കുറിച്ചാണ് ഏഴാമനായ ഹാനോക്കിനെ കുറിച്ചാണ് യൂദായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമനായ ആദാമിൻ എന്ത് ചെയ്തു? ആദാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മരത്തിന് മറഞ്ഞപ്പോൾ ദൈവത്തോടുകൂടെ നടന്നതായ ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ടു എന്ന് വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തോടുകൂടെ നടക്കുന്നവരോ ദൈവത്തിൽ നിന്നും മറഞ്ഞ് ജീവിക്കുന്നവരാണോ? ദൈവത്തെ വേണം താനും, എന്നാൽ ദൈവം എന്നെ കാണരുത് എന്നുള്ളതായ ചിന്തയിൽ ഒളിഞ്ഞും പാത്തുവൊക്കെ ജീവിക്കുന്ന ക്രിസ്തീയ ജീവിതമാണോ നിങ്ങളുടെ ജീവിതം? സഖായി ഒരിക്കൽ കർത്താവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു. എന്ത് ചെയ്തു? അവൻ വളർച്ചയിൽ കുറിയവനായതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ ആ വലിയ കാട്ടത്തി മരത്തേൽ അവനെ എന്ത് ചെയ്തു? അവൻ കയറി. കർത്താവ് എന്ത് ചെയ്തു? ആ കാട്ടത്തി മരത്തിൻ്റെ അടുക്കൽ വന്നിട്ട് അവനെ വിളിക്കാൻ ഇടയായി തീർന്നു. അപ്പം അവൻ്റെ ആഗ്രഹം, അവന് കർത്താവിനെ കാണണം, കർത്താവ് അവനെ കാണരുത്. രഹസ്യമായിട്ട് എന്ത് ചെയ്യുക? അങ്ങനെ ജീവിക്കാനായിട്ടാണ് അവൻ ആഗ്രഹിച്ചത്. നിങ്ങളുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? നിങ്ങൾ ഒരുപക്ഷെ ക്രിസ്ത്യാനിയായിരിക്കാം, ദൈവമകനായിരിക്കാം, ദൈവമകളായിരിക്കാം. എന്നാൽ രഹസ്യമായ ഒരു ജീവിതം നയിച്ചാണ് പോകുന്നത്. പരസ്യമായിട്ട് നിങ്ങൾ കർത്താവിനെ സാക്ഷിക്കാനോ കർത്താവിനെ ആരാധിക്കാനോ മഹത്വപ്പെടുത്താനോ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് എത്ര കർത്താവിന് പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. ഹാനോക്ക് നമുക്കൊരു മാതൃകയാണ്. അവൻ 300 വർഷം ദൈവത്തോടുകൂടെ നടന്ന് എന്ത് ചെയ്തു? ദൈവത്തെ പ്രസാദിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചത്, ഒന്നാമൻ ദൈവത്തിൽ നിന്ന് മറഞ്ഞ് ജീവിച്ചപ്പോൾ ഏഴാമനായിരിക്കുന്ന ഹാനോക്ക് ദൈവം അവനെ എടുത്തുകൊണ്ടു എന്നയാൾ കാണാതായി എന്ന് വായിക്കുന്നു. പിന്നീട് നമ്മൾ വായിക്കുന്നത് എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ വിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ വിശ്വാസവീരന്മാരുടെ മ്യൂസിയം ആയിരിക്കുന്ന 11-ാം അധ്യായത്തിൽ 2ാമത്തെ ഭാഗം, ഹാബേൽ കഴിഞ്ഞാൽ 2ാമത് ഹാനോക്കാണ്. നോക്കുക, 2ാമത്തെ ആ സ്ഥിതിയിലേക്ക് വന്നു ചേരുവാനായിട്ട് ആർക്ക് സാധിച്ചു? ഹാനോക്കിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവൻ ദൈവത്തോടുകൂടെ എന്ത് ചെയ്തു? ദൈവത്തോടുകൂടെ നടന്നു. 2, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി.
3 സാക്ഷികളുടെ സമൂഹത്തിൽ രണ്ടാമനായി. അപ്പോൾ വംശാവലിയിൽ 7-ാമൻ ദൈവത്തോട് എന്ത് ചെയ്തു? ദൈവത്തോട് നടക്കുവാനിടയായി. അതിന് മുൻപുള്ള വംശാവലിയുള്ള ആളുകളൊന്നും ദൈവത്തോടു കൂടെ നടന്നിട്ടില്ല. ഹാനോക്ക് മാത്രമേ ദൈവത്തോട് അങ്ങനെ നടക്കാനായിട്ട് ഇടയായി തീർന്നുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് പഠിച്ചവൻ, അല്ലെങ്കിൽ ദൈവത്തോടു കൂടെ നടന്നവൻ, സാക്ഷികളുടെ സമൂഹത്തിൽ 2-ാമൻ, വംശാവലിയിൽ 7-ാമൻ, അത് തലമുറകളുടെ മാതൃകയായിട്ട് വിശുദ്ധ തിരുവെഴുത്തിൽ ഈ ഹാനോക്കിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവസഭയോടുള്ള ബന്ധത്തിലാണ്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ എഫേസ്യൻ എന്ത് വായിക്കുന്നത്? ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാനായിട്ട് ശ്രമിപ്പീൻ എന്ന വാക്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവിടെ ദൈവസഭയ്ക്കുള്ളിൽ എന്തുണ്ടായിരിക്കണം? ഐക്യത ഉണ്ടായിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാനായിട്ട് ശ്രമിക്കുകയും. അപ്പോൾ വിശ്വാസികൾ തമ്മിൽ എന്തുണ്ടായിരിക്കണം? വിശ്വാസികൾ തമ്മിൽ യൂണിറ്റി ഉണ്ടായിരിക്കണം. ഐക്യത ഉണ്ടെങ്കിൽ സഭയ്ക്കകത്തും ഐക്യത ഉണ്ടാകത്തുള്ളൂ. ഇന്ന് ഐക്യത വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഐക്യത കുറയുന്നതിന് പല കാരണങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അനൈക്യത്തിൻ്റെ കാര്യം നാം പഠിച്ചാൽ അത് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കർത്താവ് തന്നെ പഠിപ്പിച്ചതായ ഒരു കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചത് നിങ്ങളോട് ചേർന്നൊന്ന് ഓർപ്പിക്കാമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതിനാണല്ലോ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നിന്ന് നമുക്കത് കാണാൻ കഴിയുന്നു. ആ വാക്യത്തിൽ കർത്താവ് പറഞ്ഞത്, അതിൻ്റെ 19-ാമത്തെ വാക്യം, 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, അത് ഒരുവിധപ്പെട്ടവർക്ക് അത് കാണാതെ അറിഞ്ഞുകൂടാ. 20-ാമത്തെ വാക്യം എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ ധാരണ. എന്നാൽ 19-ാമത്തെ വാക്യം എന്താ വായിക്കുന്നത്? ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. എന്നിട്ടാണ് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ടാകുമെന്ന് കർത്താവ് പറയാനായിട്ട് ഇടയായി. അപ്പോൾ ഇവിടെ ഒന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ. അപ്പോൾ ഐക്യത വളരെ ആവശ്യമാണ്. ഐക്യത ഇല്ലാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യവുമില്ല. പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിൽ എന്തുണ്ടായിരിക്കണം? ഐക്യത ഉണ്ടായിരിക്കണമെന്ന് കർത്താവ് തന്നെ പഠിപ്പിക്കുകയാണ്. ഐക്യത ഇല്ലാതെ പ്രാർത്ഥിച്ചിട്ട് എന്തോ കാര്യം? അതുകൊണ്ട് അനൈക്യത്തിന് ധാരാളം കാരണങ്ങളുണ്ട്. എല്ലാം സവിസ്തരമായിട്ട് ഇപ്പോൾ പറയാനായിട്ടുള്ള അവസരമില്ല. അതുകൊണ്ട് നമുക്ക് അനൈക്യത ഉണ്ടാകാതെ ഐക്യതയോടെ മുമ്പോട്ട് പോകാം. അതാണല്ലോ സങ്കീർത്തനം 133-ന്റെ 1-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നത്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും എന്നാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അത് ചെറിയൊരു സങ്കീർത്തനമാണ്. പക്ഷെ ആ ചെറിയ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകും. പ്രിയപ്പെട്ടവരെ, ഐക്യത നമുക്ക് വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ന്യൂ ഇയർ കലണ്ടറിൻ്റെ അകത്ത്, കേരളത്തിൽ നിന്ന് പ്രകാശിപ്പിച്ച ഒരു കലണ്ടർ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ, ആ കലണ്ടറിൻ്റെ അകത്ത് കുറേ കാട്ടാനകൾ വനത്തിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി വരിക. അത് ലൈനായിട്ട് വന്ന് വെള്ളം കുടിച്ച് എന്ത് ചെയ്യുന്നു? അത് ലൈനായിട്ട് നിന്ന് വെള്ളം കുടിച്ചതിന് ശേഷം മടങ്ങി ലൈനായിട്ട് പോവുകയാണ്. നോക്കുക, കാട്ടാനകളാണെങ്കിലും അവരുടെ ഐക്യത എത്രമാത്രമുണ്ട്. അപ്പോൾ ആ കലണ്ടറിൽ ഈ ആനകളുടെ പടം ഇങ്ങനെ കാണിച്ചിട്ട് അതിൻ്റെ അകത്ത് വാക്യം എഴുതിയിരിക്കുന്നത്, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. പ്രിയപ്പെട്ടവരെ, മൃഗങ്ങൾക്ക് ഐക്യതയുണ്ട്, മൃഗങ്ങൾക്ക് സ്നേഹമുണ്ട്. അവരന്യോന്യം തുമ്പിക്കൈ കൊണ്ട് അടിക്കുന്നവരോ അവരുടെ കൊമ്പുകൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നവരോ ഒന്നും ആയിരുന്നില്ല. എത്ര സ്നേഹത്തിലാണ് വനത്തിലാണെങ്കിലും അവർ കഴിയുന്നത്. എന്നാൽ നാം എവിടെയാണ്? നാം ഭവനത്തിലാണ്, നാം ഗ്രഹത്തിലാണ്, നാം ദേവാലയത്തിലാണ്. നമുക്ക് സമാധാനമുണ്ടോ? നമുക്ക് സന്തോഷമുണ്ടോ? നമുക്ക് ഐക്യതയുണ്ടോ? അതുകൊണ്ട് പൗലോസ് എഫെസോസിലെ വിശ്വാസിയോട് പറയാണ്, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ സൂക്ഷിപ്പാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. മറ്റൊരു കാര്യം കൂടെ പൗലോസ് നമ്മോട് ഓർപ്പിക്കുകയാണ്. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ
17ഉം 18ഉം വാക്യങ്ങളിൽ അത് ഓർപ്പിക്കുന്ന ഇങ്ങനെയാണ്: വിശ്വാസികളെ സ്നേഹിക്കണം എന്നുള്ളതാണ്. തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് വളരെ സ്നേഹവും ആർദ്രതയും പൗലൂസ് കാണിച്ചു എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസികളോട് നമ്മൾ എങ്ങനെയാണ് ഇടപെടുന്നത്? അവരോട് സ്നേഹം കാണിക്കാറുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ സ്നേഹമുണ്ടോ? സഭയിൽ സ്നേഹമുണ്ടോ? മറ്റുള്ളവരെ സ്നേഹിക്കാറുണ്ടോ? പൗലൂസ് പറയുന്നത് അവിടെ വായിക്കുന്നത് എൻജോയ്മെന്റ് അല്ലെങ്കിൽ സ്നേഹം ഉണ്ടാകണം. ജോയ്ഫുൾ ടു അതേഴ്സ്, മറ്റുള്ളവരെ സ്നേഹിക്കണം. അതാണ്. നമുക്കത് കഴിഞ്ഞിട്ടുണ്ടോ? ഈ കഴിഞ്ഞ വർഷത്തിൽ അത് കഴിഞ്ഞില്ല എങ്കിൽ ഈ പുതുവർഷത്തിൽ നമ്മുടെ കൂട്ടുവിശ്വാസികളെ സ്നേഹിപ്പാനും അവർക്ക് വേണ്ടി ചിലത് കരുതുവാനും ചെയ്യുവാനും നമ്മൾക്കിടയായി തീരണം. മറ്റൊരു കാര്യം അപ്പോസ്തലനായ പൗലൂസ് ഓർപ്പിക്കുന്നത് ഒരു മക്കദോന്യ വിളിയാണ്. അപ്പോസ്തലപ്രവൃത്തി നമ്മൾ വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്: മക്കദോന്യ വിളി 16-ാം അധ്യായത്തിൻ്റെ 9-ഉം 10ഉം വാക്യങ്ങളിൽ നമ്മളത് വായിച്ചു കേൾക്കുകയായിരുന്നു. എന്താണെന്ന് അറിയാമോ? ലോസ്റ്റ് സോൾസ്, നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ഭാരമുള്ളവരായിരിക്കണം. അവിടെ അപ്പോസ്തലനായ പൗലൂസ് ആസിയയിൽ വചനം പ്രസംഗിക്കുന്നതിന് പോയി. പക്ഷെ അവിടെ തടസ്സമുണ്ടായി. എന്നാൽ അവിടെ വെച്ച് പൗലൂസ് രാത്രിയിൽ എന്ത് ചെയ്തു? ഒരു മക്കദോന്യക്കാരനായ പുരുഷൻ അരികെ നിന്ന് മക്കദോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായ ഒരു ദർശനം കണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിക്കുകയും ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ച് ഞങ്ങൾ ഉടനെ മക്കദോനിയയ്ക്ക് പുറപ്പെടുവാനായിട്ട് ശ്രമിച്ചു. നോക്ക്, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ മക്കദോനിയയിലേക്ക് പോയി. ഒരു മക്കദോനിയ വിളി വന്നു. അവരെന്ത് പോയി സുവിശേഷം പ്രസംഗിച്ചു. അവിടെ ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാനും മക്കദോനിയയിൽ ഒരു കുടിവരം ഉണ്ടാകുവാനും ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്വം നമുക്ക് വിശ്വസോടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സുവിശേഷ സന്ദേശം നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ആത്മാക്കളെ നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നമുക്ക് ഈ വർഷത്തിൽ അത് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അടുത്ത വർഷം അത് സാധുതപ്രായമായി തീരുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. അതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് നമ്മുടെ ദൗത്യം? 2 അസംബ്ലിയോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് നമ്മുടെ ദൗത്യം? 3 കൂട്ടുവിശ്വാസികളുടെ ബന്ധത്തിൽ നമ്മുടെ ദൗത്യം എങ്ങനെ ഇരിക്കുന്നു? 4 നശിച്ചു പോകുന്ന ആത്മാക്കളോടുള്ള ബന്ധത്തിൽ നമ്മുടെ ദൗത്യം എങ്ങനെ ഇരിക്കുന്നു? ഈ 4 മേഖലകളിലും നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാനായിട്ടും ഇടയായി തീരണം എന്ന് ഓർപ്പിച്ച് ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പുതുവർഷം എല്ലാം കൊണ്ടും അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി തീരുവാൻ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാക്കട്ടെ എന്നുള്ളതായ ആഹ്വാനത്തോടെ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.